ആധുനിക കാലത്ത് സാങ്കേതികവിദ്യ മനുഷ്യബന്ധങ്ങളെ ശക്തിപ്പെടുത്താനും നിലനിർത്താനും അനിവാര്യമാണ്. അതുപോലെ വിശാലമായ അറിവിൻ്റെ ഒരു ലോകം തന്നെ അത് നമ്മുടെ മുന്നിൽ തുറന്നിട്ടിരിക്കുന്നു. ഇതേ സാങ്കേതികവിദ്യ വേണ്ട വിധം ഉപയോഗിച്ചില്ലെങ്കിൽ മനുഷ്യബന്ധങ്ങളെ തകർക്കുകയും മനുഷ്യ ജീവനെ തന്നെ നശിപ്പിക്കുകയും ചെയ്യും. ഞങ്ങളുടെ ഈ ചെറിയ സ്കിറ്റിലൂടെ ഞങ്ങൾ ശ്രമിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ രണ്ട് മുഖങ്ങളും തുറന്നു കാട്ടാനാണ്. സാങ്കേതിക വിദ്യയെ ഉപയോഗിക്കുക, അതിൻ്റെ ഇരയാകാതിരിക്കുക എന്ന ശക്തമായ സന്ദേശം എവിഡൻസ് ക്ലബ് അവതരിപ്പിക്കുന്നു. അറിവിൻ്റെ ലോകത്തെ ചതിക്കുഴികൾ. മോളെ, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? രാത്രി 12 മണി കഴിഞ്ഞിരിക്കുന്നു. ഈ ശീലം നിന്റെ കണ്ണിനെയും ബ്രെയിനെയും ആരോഗ്യത്തെ ഒക്കെ ബാധിക്കും. ഫോൺ ഇവിടെ തന്നെ, എന്നിട്ട് കിടന്ന് ഉറങ്ങ്. അമ്മ, അമ്മയുടെ കാര്യം നോക്ക്. എന്റെ ഫോൺ ഇങ്ങോട്ടാ. പെർമിഷൻ ഇല്ലാതെ അമ്മ എന്തിനാ എന്റെ മുറി കയറിയ? എനിക്കിവിടെ ഒരു പ്രൈവസിയും ഇല്ലേ? മോളെ, ഞങ്ങൾ മാതാപിതാക്കന്മാരുടെ കടമയാണ് മക്കളെ നേർവഴിക്ക് നടത്തുക എന്നുള്ളത്. കടമ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നിങ്ങൾ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തെന്നാ? Are you listening to us? Do you spend time with us? No, right? എനിക്ക് നിങ്ങളെ കാണണ്ട. ഫോൺ തന്നിട്ട് നിങ്ങൾ പുറത്തു പോ. അമ്മു, ഞങ്ങൾ ജോലിക്ക് പോകാതെ നിന്റെ കൂടെ വന്നിരുന്നാൽ നമുക്ക് ആഹാരം കഴിക്കാനും ഡ്രസ്സ് വാങ്ങാനുള്ള പൈസയൊക്കെ എവിടെ നിന്ന് കിട്ടും? എന്താ അമ്മയും മോളും കൂടി ഈ നേരമായിട്ട് മോള് മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുക. ഉറങ്ങാൻ പറഞ്ഞിട്ട് എന്നോട് ദേഷ്യം പിടിക്കുക. എന്റെ മൊബൈലായിരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇതെല്ലാം ഞാൻ തല്ലി പൊട്ടിക്കും. എടി, ആ മൊബൈൽ അങ്ങോട്ട് കൊടുക്ക്. രണ്ടുപേരോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ആവശ്യമില്ലാതെ എന്റെ പുറകെ എങ്ങാനും വന്ന ഞാൻ എന്റെ വഴിക്ക് പോവാ. അമ്മു, മോളെ പോവല്ലേ, ഇവിടെ നിക്കേ. മോളെ, നമ്മുടെ മോൾക്ക് ഇതെന്താ പറ്റിയത്? അറിയില്ല ചേട്ടാ, നമ്മൾ അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞപ്പം ഞാൻ ആകെ തകർന്നു പോയി. നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യമല്ലേ അവൾ, നമ്മുടെ മോള്. അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ നമ്മൾ ജീവിച്ചതിന്റെ കാര്യമുണ്ടോ? നമ്മൾ കുറച്ചുകൂടി അവളെ ശ്രദ്ധിക്കണമായിരുന്നു. എല്ലാത്തിനും കാരണം ഈ മൊബൈലാണ്. ഇനി എവിടെ പോയി നമ്മൾ അവളെ കണ്ടുപിടിക്കും? തിരക്കി പോയാൽ അവൾ വല്ല കടുങ്കയും ചെയ്താൽ പിന്നെ? അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. അവൾ വളർന്നു വരുമ്പോൾ കുടുംബത്തിനും നാടിനും സമൂഹത്തിനും ദോഷമായി തീർന്നാൽ അവളെ തള്ളി പറയാൻ നമുക്ക് കഴിയണം. അതുപോലെ നേർവഴി കാണിച്ചു കൊടുക്കുവാനുള്ള എല്ലാവിധ ഉത്തരവാദിത്വവും അവകാശവും നമ്മൾ മാതാപിതാക്കൾക്കാണ്. അതെ, അവൾ എന്ത് ചെയ്യുമെന്ന് ഭയന്ന് നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും നമ്മൾ പിന്മാറാൻ പാടില്ല. നീ വാ, നമുക്ക് അവളെ തേടി പോകാം. നിങ്ങൾ കൊള്ളാം, മിടുക്കരാണ്. എത്ര പെട്ടെന്നാണ് പുതിയൊരാളെ കൂടി നമ്മുടെ കൂട്ടത്തിൽ എത്തിച്ചത്. വെൽ ഡൺ മൈ ഗേൾസ്. നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം ഒരു സമ്മാനം ഇവിടെ തരുന്നുണ്ട്. നിങ്ങളെ വിശ്വസിച്ച് ഇറങ്ങി വരുന്ന നിങ്ങളുടെ കൂട്ടുകാരിയില്ലേ, അവളെ കൊണ്ട് അവളുടെ കൂട്ടുകാരികളെ കൂടി നമുക്കിവിടെ എത്തിക്കണം. അങ്ങനെ അങ്ങനെ എല്ലാവരും മയക്കുമരുന്നിന് അടിമകളായി തീരണം. അപ്പോ ഞാനോ കോടീശ്വരൻ. അമ്മു വന്നോ? അമ്മുവിന് ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് സ്വാഗതം. നിങ്ങളിവിടെ ആരെയും ഭയപ്പെടണ്ട. നിങ്ങളെ വഴക്ക് പറയാൻ നിങ്ങളുടെ പേരൻസ് ഇവിടെ വരില്ല. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ മൊബൈൽ യൂസ് ചെയ്യാം. നിങ്ങളിവിടെ ആരും ചോദ്യം ചെയ്യില്ല. നിങ്ങൾ ആരാ? എന്റെ കൂട്ടുകാർക്ക് എന്താ പറ്റിയേ? പേടിക്കണ്ട, ഞാൻ പറഞ്ഞിട്ടാണ് നിനക്ക് ഇവർ ലൊക്കേഷൻ അയച്ചു തന്നതും
നിന്നെ ഇവിടെ എത്തിച്ചതും. ഇനി നിന്റെ കൂട്ടുകാരെയും അവരുടെ പേരൻസ് വഴക്ക് പറയുന്നുണ്ടെങ്കിൽ അവരെയും നമുക്കിവിടെ കൊണ്ടുവരണം. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ മൊബൈൽ യൂസ് ചെയ്യാം, കൂടെ ഡ്രിങ്ക്സ്, ഡ്രഗ്സ്, പിന്നെ ആവശ്യത്തിന് ക്യാഷും. അമ്മുവിന് സന്തോഷമായില്ലേ? സന്തോഷമായി. എന്നാ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെയും കൂടെ ഇങ്ങോട്ട് വിളിക്കട്ടെ. ആ, അവരും വരുമോ? അവരുടെ വീട്ടിലും പ്രശ്നമാണോ? ആ, അവര് വരും. അവരുടെ വീട്ടിലും ഇപ്പൊ വലിയ പ്രശ്നമാണ്. ആണോ? എന്നാൽ നമ്മുടെ ലൊക്കേഷൻ അയച്ചു കൊടുത്ത് അവരോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയും. ആ, ശരി. ഹലോ അമ്മ, സോറി. മോളെ, നീ എവിടെയാ? അമ്മേ, ഞാൻ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. പോലീസുമായി പെട്ടെന്ന് ഇവിടെ എത്തണം. എന്റെ ഫ്രണ്ട്സും ഇവിടെ ഉണ്ട്. വി ആർ ഇൻ ഡേഞ്ചർ. പോലീസോ? എടീ, നിന്റെ കൂട്ടുകാരി വിളിക്കാന്ന് പറഞ്ഞിട്ട്? അതെ, എനിക്ക് ഏറ്റവും ട്രസ്റ്റബിൾ ആയ എന്റെ കൂട്ടുകാർ എന്റെ പാരന്റ്സ് ആണ്. എടീ, അവരെത്തുന്നതിന് മുമ്പ് നിന്നെ ഞാൻ കൊല്ലും. അയ്യോ, പോലീസ്! എടീ, നിന്നെ ഞാൻ പിന്നെ കണ്ടോളാടി. ഞാൻ അയാളെ പേടിപ്പിക്കാൻ മൊബൈലിൽ പോലീസിന്റെ സൈറൻ ഇട്ടതാ. ആണോ? മോളെ, നീ ഓക്കെ അല്ലേ? I'm okay, അമ്മേ. അമ്മേ, ഇതാ, എനിക്കിനി ഈ മൊബൈല് വേണ്ട. അത് മോള് വെച്ചോ. ടെക്നോളജി ഇത്രയും വളർന്ന കാലത്ത് ഇതൊക്കെ യൂസ് ചെയ്യാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അതെ, നിങ്ങൾ മൊബൈലും ടെക്നോളജിയും തെറ്റായി ഉപയോഗിച്ചപ്പോൾ അപകടത്തിൽ ചെന്നുപെട്ടു. എന്നാൽ ഇത് രണ്ടും വേണ്ട വിധം ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഇത് നിങ്ങൾ തെറ്റായി ഉപയോഗിക്കില്ല എന്ന്. അതെ, ഇനി ഞങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളാം. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വാക്കുകൾ ഈ അവസരത്തിൽ ഒരു നിമിഷം ഓർക്കാം. ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ തീവ്രവാദത്തിൻ്റെയോ ബോംബുകളുടെയോ ആവശ്യമില്ല. ആ രാജ്യത്തെ യുവജനങ്ങളെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാക്കി മാറ്റിയാൽ മതിയാകും. നിർഭാഗ്യവശാൽ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ചോക്ലേറ്റുകളുടെയും മറ്റും രൂപത്തിൽ മയക്കുമരുന്നിന് അടിമകളാക്കി പിന്നീട് അവരെ കാരിയറുകളാക്കി മാറ്റുന്ന കണ്ണിൽ ചോരയില്ലാത്ത ഒരു വർഗം നമ്മുടെ ഇടയിലുണ്ട് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. മൊബൈൽ ഫോണിൻ്റെയും മറ്റും രൂപത്തിൽ നമ്മുടെ മക്കളിലേക്ക് എത്താവുന്ന ഈ വൻ ചതിക്കുഴിയെ നമ്മൾ വളരെ ശ്രദ്ധയോടെ നേരിടണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ എളിയ കലാവിരുന്ന് ഇവിടെ അവസാനിക്കുന്നു.